ഷുഗർ രോഗികൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് വേർപ്പ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് ക്ഷീണം വരിക, അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ, അത് ഷുഗർ കൂടിയിട്ടാണോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടാണോ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഷുഗർ ചെക്ക് ചെയ്യാനെന്നുള്ള സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിൽ ഇത് കൂടിയിട്ടാണോ എന്നുള്ള ആശങ്കയെക്കാളും നമുക്ക് വേണ്ടത് ഷുഗർ കുറഞ്ഞു പോയിട്ടാണ് എന്നുള്ളതായിരിക്കണം. ഞാൻ പറയാൻ കാണുന്നത് അറിയോ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ അവർക്ക് ഷുഗർ നോക്കിയപ്പോൾ വെറും 25 ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഈ ഗ്ലൂക്കോസ് പൊടി എടുത്ത് അവരെ നാവിൻ്റെ അടിയിൽ വെച്ചു, എന്നിട്ട് ഗ്ലൂക്കോസും കുറച്ച് 25% ഡെക്സ്ട്രോസും കയറ്റി കഴിഞ്ഞപ്പം ശരിയായി. പക്ഷേ കുറച്ചുകൂടി ആ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഷുഗർ കുറഞ്ഞു പോയി ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ കൂടിയോ കുറഞ്ഞോ എന്നുള്ള ആശങ്കപ്പെടാതെ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പം ഇത് കുറഞ്ഞതാവും എന്നുള്ള വിശ്വാസത്തോടെ വേഗം എടുത്ത് ഷുഗർ കൊടുക്കുക. ഒരു ഷുഗർ ഒരുപാട് കൂടി കിടക്കുന്ന ഒരു മനുഷ്യന് കുറച്ച് ഗ്ലൂക്കോസ് അധികം അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും സംഭവിക്കുകയൊന്നുമില്ല. പക്ഷേ ഷുഗർ ഇതുപോലെ 19ഉം 20ഉം എത്തിയൊരു മനുഷ്യന് ഷുഗർ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? കൂടിയോ കുറഞ്ഞോ എന്ന് ആശങ്കപ്പെടാതെ ഇത് കുറഞ്ഞിട്ടാവും എന്നുള്ള വിശ്വാസത്തോടെ വേഗം എടുത്ത് നാവിൻ്റെ അടിയിൽ ഷുഗർ എടുത്ത് വെക്കുക. വേണമെങ്കിൽ എന്താണോ അത്, ഇങ്ങനത്തെ ഗ്ലൂക്കോസ് പൊടി ഇല്ലെങ്കിൽ മധുരമുള്ള വേറെ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ.